ഭൂമിയിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യങ്ങളിലൊന്നാണ് മുളകൾ. നമ്മുടെ വീട്ടുമുറ്റത്തും ഓഫീസ് പരിസരങ്ങളിലുമെല്ലാം തന്നെ വളർത്താൻ അനുയോജ്യമാണ് ഈ മുളകൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻസിലാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇന്ന് വിവിധ ഇനം മുളകളെക്കുറിച്ചും അവയുടെ പരിപാലന രീതികളെക്കുറിച്ചും മനസ്സിലാക്കാം. ചേച്ചി പേരെന്താണ്? ശാന്ത. ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ബാംബു സെക്ഷനിലാണ് അല്ലേ? ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള ബാംബു മുളകളാണുള്ളത്? ഇവിടെ ഉള്ളത് ന്യൂ ഗോൾഡൻ ബാമ്പുണ്ട്, ചൈനീസ് ഉണ്ട്, ബുദ്ധയുണ്ട്, മൾട്ടിപ്ലക്സ് ഉണ്ട്, പെയിൻറ്റിൻ ബാമ്പുണ്ട്, പിന്നെ സാധാരണ മുളയുണ്ട് നാടൻ, പിന്നെ പെൻസിൽ ബാമ്പുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചെടികളെ നമുക്ക് അടുത്തുനിന്ന് കണ്ട് മനസ്സിലാക്കാം അല്ലേ? ഇത് ഈറയാണെന്ന് തോന്നുന്നു. ഇത് ഗോൾഡനും ഉണ്ട്, ഗ്രീനും ഉണ്ട്. ഇതൊക്കെ സാധാരണഗതിയിൽ നമ്മൾ വീടുകളിൽ അല്ലേ വെക്കാനായിട്ട് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് അല്ലേ? ഇത് എത്ര മാസം പ്രായമുള്ള തൈകളാണ്? ഇത് ഒരു 5-6 മാസം വരും. 5-6 മാസം പ്രായമുള്ള. ഇത് യെല്ലോ ഗോൾഡൻ ബാംബു, ഗോൾഡൻ ഈറയാണ്. ഗോൾഡൻ, ന്യൂ ഗോൾഡൻ. അടുത്ത നമുക്ക് നോക്കാം. ഇവിടെ നോക്കണ്ടേ? ഇതെന്താണ്? ഇത് ബുദ്ധ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ബുഷായിട്ട് വരുന്നത് തന്നെ. ഇതും പിന്നെ അധികം പൊങ്ങൂല്ല. നമുക്ക് വീടുകളിലൊക്കെ വയ്ക്കാം. ഇങ്ങനെ കണക്കിന് നല്ല വരിയായിട്ട് വെക്കാനായിട്ടുള്ള നല്ലതാണ് ഈ ബുദ്ധ ഇനത്തിൽപ്പെട്ട. ശരി. ഈ കാണുന്നത് പച്ച അല്ലേ? ഗോൾഡൻ പച്ചയാണ്. ഗോൾഡൻ പച്ച, ഈറയുടെ. ഇതാണെങ്കിലും ഇത് പെയിന്റിൻ ബാമ്പാണ്. പെയിന്റിൻ ഇൻഡോർ ആയിട്ട് വെക്കുന്നതാണ്. ഇൻഡോർ ആയിട്ട് വെക്കുന്ന ബാമ്പാണ്. ഇതിനൊക്കെ ധാരാളം ഡിമാൻഡ് ഉണ്ട് അല്ലേ? 1200 രൂപയാണ് ഇതിന്റെ വില. ഒരു ബോട്ടിന്. ഇവിടെ വന്ന ആൾക്കാർ വന്ന് സാധാരണ ഇൻഡോറിൽ വെക്കാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മുറിച്ചൊക്കെ വേണമെങ്കിൽ മുറികളിൽ അങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റില്ല. തൈ ഇളക്കി വേരോടെ കട്ട് ചെയ്തെടുക്കണം. അത് തന്നെ അതൊരു പരിധി കൂടുതൽ വലുതാകുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് പൊക്കം മൂല വെച്ച് തന്നെ കട്ട് ചെയ്ത്. ഇതിനെന്ത് വിലയാണോ? ഇത് 1200. ചൈനീസ് ബാമ്പ് ഉണ്ട്. ഒരു ഐറ്റം ചൈനീസ് ബാമ്പു അല്ലേ? അത് 2500 രൂപയാണ് വില. അതിന്റെ ചെറുതായിരിക്കുകയാണ് 1500 രൂപയ്ക്ക്. ഇതാണ് ചൈനീസ് ബാമ്പു. ചൈനീസ് ഇതെന്താണ്? മൾട്ടിപ്ലക്സ് എന്നും പെൻസിൽ ബാമ്പ് എന്നും പറയും. മൾട്ടിപ്ലക്സ് അല്ലെങ്കിൽ പെൻസിൽ ബാമ്പ്. ഇതിനെന്ത് വിലയാണ് വരും? ഇത് 400 രൂപയാണ്. ഇത് പുറത്ത് വയ്ക്കാനുള്ള ഇതാണ്? പുറത്ത് വയ്ക്കാനുള്ള ഔട്ട്ഡോറും ഇൻഡോറുമായിട്ടുള്ള നിരവധി ഇനം മുളകളാണ് ഇവിടെയുള്ളത്. ധാരാളം ആൾക്കാർ നിത്യേന ഇവിടെ വന്ന് ഈ മുളകൾ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. ഇത് നാടൻ മുളയാണ് അല്ലേ? ഇതൊക്കെ എന്ത് വില വരും? ഇത് നാടൻ മുള 100 രൂപ. 100 രൂപയ്ക്കാണ്. ഈ കാണുന്നതോ? ഇതല്ലാതെ അതാണെങ്കിൽ നമ്മൾ ന്യൂ ഗോൾഡൻ അതിന്റെ വലുതാണ്. നമ്മളിത് വെട്ടാത്തൊക്കെയാണ് ഇങ്ങനെ മറവിന് വേണ്ടി. അപ്പുറത്ത് വേറെയാണ്. ഇനിയുണ്ടോ? ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് മുള ഇവിടെയുണ്ട്. ഇനിയുള്ളത് ബ്ലാക്ക് മുളയാണ് അല്ലേ? കറുത്ത നിറത്തിലുള്ള. അത് എവിടെയാണ് നിൽക്കുന്നത്? കറുത്ത നിറത്തിലുള്ള മുളയാണ് അല്ലേ? ഇതിന്റെ വില? അതിന്റെ വില 1200 ആണ്. 1200 രൂപയാണ് ഇതിന്റെ വില അല്ലേ? ഇതിൽ ചെറുതായിട്ടുള്ള ചെറുതില്ല. ഇത് വലുത് തന്നെയാണ്. ഇത് മുറ്റത്തൊക്കെ വെക്കാനും മുറ്റത്തോ ഓഫീസിൽ നല്ല വണ്ണം വയ്ക്കൂല. നല്ല ബലമുള്ളതാണ്. കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻസിലെ തെങ്ങിൻ തൈ വെച്ചിരിക്കുന്ന സ്ഥലമാണിത്. നമുക്കിവിടെ നിരവധി ഇനം തെങ്ങിൻ തൈകൾ നമുക്കിവിടെ പല തരത്തിലും പല വലിപ്പത്തിലും ഒക്കെയുള്ള തെങ്ങിൻ തൈകൾ കാണാൻ പറ്റും. ഇവിടെ ഏതാണ്ട് എത്ര ഇനം തൈകളാണുള്ളത്? 4-5 ഐറ്റം ഉണ്ട്. കുറിയനം തെങ്ങിൻ തൈകളും ഉയരമുള്ള തെങ്ങിൻ തൈകളും ഒക്കെ ഉണ്ട് അല്ലേ? കുറ്റിയാടിയുണ്ട്, പിന്നെ ഗംഗാ ബോണ്ടൻ, മലേഷ്യൻ കുള്ളൻ, പിന്നെ TN-20, DN-20, ഗൗരിയാത്ര, മലേഷ്യൻ യെല്ലോ, ഇത്രയൊക്കെ ഉണ്ട്. അപ്പോൾ കുറിയനം തെങ്ങിൻ തൈകളും നെടിയേനം തെങ്ങിൻ തൈകളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വിലയൊന്ന് ജസ്റ്റ് ഒന്ന് എത്ര റേഞ്ച് പറഞ്ഞാൽ മതി? ഉദ്ദേശം എത്ര? 200 മുതൽ
150 മുതൽ 200 രൂപയ്ക്ക് വരെ ഉണ്ട് ഉള്ള തൈകളുണ്ട്. അപ്പോൾ വളരെ വില കുറഞ്ഞ രീതിയിലാണ് ഇവിടെ നിന്ന് നമുക്ക് തോന്നുന്നു തൈകൾ നൽകുന്നതെന്ന് തോന്നുന്നു. ടീൻ ടു ഡിക്കൊക്കെ എന്ത് വിലയുണ്ടാവും? 150 രൂപയുള്ളൂ. ഡീൻ ടു ഡിക്കായാലും 150 രൂപയാണ്. ഇപ്പോൾ ഈ ഗംഗാബോണ്ടത്തിന് 200 രൂപയാണ്. മലേഷ്യൻ ടോർപ്പിന് 200. ഇതെല്ലാം വളരെ ചെറിയ കുറുകിയ ഇനം തെങ്ങുകളാണ് അല്ലേ? നമുക്ക് അതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ നാളികേരം അടർത്തിയെടുക്കാൻ പറ്റും. അത് ഉദ്ദേശിച്ച ഒരു 3 വർഷം 4 വർഷം കൊണ്ട് കായ്ക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഇവിടെ വന്ന് ആൾക്കാർ വാങ്ങാറുണ്ടോ? അതോ നമ്മൾ നഴ്സറി പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ വന്ന് ആൾക്കാർ വാങ്ങാറുണ്ട്. അപ്പോൾ തെങ്ങിൻ തൈക്കൊക്കെ നല്ല ഡിമാൻഡാണ് അല്ലേ? ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് തന്നെ ധാരാളം പോകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനം എവിടെയാണ് നടത്തുന്നത്? ഇവിടെയാണോ? ഗാർഡൻ ഉണ്ട്. അവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. ഹൈബ്രിഡൈസേഷനും ഒക്കെ അവിടെ തന്നെയാണ് ചെയ്യുന്നത്. അവിടെ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുന്നത്. ഇതേതിനാണ്? ഇത് ജോലിയാത്ര യെല്ലോ. അതാ ചോദിച്ചത്. യെല്ലോ ഇതെന്താണ്? ചെറിയ ഇത് 18-ാം പട്ട ഗ്രീനാണ്. 18-ാം പട്ടയുടെ പ്രത്യേകത എന്ന് പറയാമോ? പൊക്കം കുറഞ്ഞ് കായ്ക്കുന്നതാണ്. 2.5 വർഷം കൊണ്ട് കായ്ക്കും. നല്ല കായ്ഫലമുള്ളതാണ്. കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻസിൽ എത്തുകയാണെങ്കിൽ നിരവധി ജലസസ്യങ്ങളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ കാണാൻ സാധിക്കും. വാട്ടർ മൊസൈക്ക്, അമേരി പിയോണി, ഹാർട്ട് ബ്ലഡ്, അങ്ങനെ തുടങ്ങി നിരവധി ഇനത്തിൽപ്പെട്ട വിവിധ ഇനം സസ്യങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ എല്ലാം തന്നെ നടീൽ വസ്തുക്കളും ഇവിടെ ലഭ്യമാണ്. കുഞ്ഞൻ മരങ്ങളെ ബോൺസായി എന്ന സാങ്കേതിക വിദ്യയിലൂടെ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പനയ്ക്കെത്തിയിരിക്കുകയാണ് ഈ സെക്ഷനിൽ. ഇവിടെ 50 രൂപ മുതൽ 4 ലക്ഷം രൂപ വരെ വിലയുള്ള ബോൺസായി ചെടികൾ ലഭ്യമാണ്. ഓരോ ചെടിക്കുമുള്ള പ്രായം വളരെ അധികമാണ്. സാധാരണ ആല്, പുളി എന്നീ വൃക്ഷങ്ങളെ ബോൺസായി വളർത്താനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും 50 രൂപ തൊട്ട് അങ്ങോട്ട് മുകളിലോട്ടുള്ള വിലയ്ക്കുള്ള ബോൺസായി വൃക്ഷങ്ങളെ വാങ്ങിക്കാൻ സാധിക്കും. കുഞ്ഞൻ ബോൺസായികളുടെ ലോകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്ന ബോൺസായിക്ക് 4 ലക്ഷം രൂപ, ഈ കാണുന്ന ബോൺസായിക്കാകട്ടെ 1,70,70,000 രൂപ, ആ ബോൺസായിക്ക് 2 ലക്ഷം രൂപയുമാണ് വില. നോക്കൂ എത്രത്തോളം വലുതാണ് ഈ ബോൺസായിയുടെ മാർക്കറ്റ് എന്ന് ആലോചിച്ച് നോക്കൂ. ഭൂമി തീരെ കുറവുള്ളവർക്കും അലങ്കാര സസ്യങ്ങൾ വളർത്താനുള്ള ഒരു ഉപാധിയാണ് വെർട്ടിക്കൽ ഗാർഡനിങ്. അതിനുവേണ്ട ചെടികൾ തയ്യാറാക്കുകയാണ് ഇവിടെ. ഈ വെർട്ടിക്കൽ ഗാർഡന് വേണ്ടിയിട്ടുള്ള കട്ടിങ്സ് ഇടുന്ന നമ്മുടെ വീട്ടിലെ തൂക്കുന്ന ചെടിച്ചട്ടികളിലായാലും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡൻ സജ്ജീകരിക്കുന്നതിനുള്ള സംവിധാനത്തിലായാലും ആവശ്യമായ ചെടികളൊക്കെ തന്നെ ഈ സെക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അതും തികച്ചും വില കുറഞ്ഞ രീതിയിലാണ് ഇവിടെ നിന്നും നൽകിയിരിക്കുകയാണ്. ഒരു ചെടിക്ക് വില വരിക എല്ലാ ചെടിക്കും വില ആയിരിക്കില്ല, ഇവിടുത്തെ ചെടിക്ക് മാത്രം, തീർച്ചയായും ചെടിക്ക് മാത്രമാണ്. മറ്റേ ഓരോ ചെടിക്കും ഓരോ വെറൈറ്റിക്ക് ഓരോ വിലയാണ്. പിന്നെ കവറിൽ തന്നെ വില കുറവായിരിക്കും, കപ്പിലാകുമ്പോൾ വില കൂടുതലായിരിക്കും. അങ്ങനെ പിന്നെ വെറൈറ്റി അനുസരിച്ചുള്ള വില വ്യത്യാസങ്ങളും ഉണ്ടാവും. ശരി, വളരെ ഉപകാരം. ബോൺസായിയുടെയും വെർട്ടിക്കൽ ഗാർഡൻ്റെയും സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ എത്തി നിൽക്കുന്നത് തെച്ചിച്ചെടികളുടെ ഒരു വിശാലമായ ഏരിയയിലാണ്. പഴയകാലത്ത് നമ്മുടെ വീടും പറമ്പുകളിലുമൊക്കെ തെച്ചിച്ചെടി സുലഭമാണ്. ഇതാ നമ്മുടെ വീട്ടിലും അണിയിച്ചൊരുക്കാൻ വേണ്ടി, നമ്മുടെ പൂമുറ്റങ്ങളെ, നമ്മുടെ മുറ്റങ്ങളെ അണിയിച്ചൊരുക്കാൻ വേണ്ടി തെച്ചിച്ചെടികൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. മിനിയേച്ചർ പോലെയുള്ള പല വെറൈറ്റികളും ഇവിടെയുണ്ട്. ഇത് വെള്ളയാണല്ലേ? എത്ര രൂപയാണ്? 400 രൂപ. 400 രൂപയ്ക്കാണ് ഒരു ചെടിക്ക് വില. ഇതെത്താണ്? നാടൻ തെറ്റി 30 രൂപ. നാടൻ തെറ്റിയാണല്ലേ ഇത്? ഇത് എത്ര രൂപയാണ്? 30 രൂപയാണ്. ഇതെന്താണ്? നാടൻ തെറ്റി. ഇതും നാടൻ തെറ്റിയാണ്. വലിയ കവർ എത്ര രൂപയാണ്? 60 രൂപയാണ്.
ആ ഇത് ഏത് കളറാണ്? റോസ് കളർ. റോസ് കളർ തെറ്റിയാണ്. ഇത് എന്തൊരു? ആ, പിങ്ക്. എത്ര രൂപയാണ് ഇതിന് വില? 25 രൂപയ്ക്ക് കിട്ടുന്ന തെറ്റിയാണ് ഇത്. ഈ കാണുന്നത് എന്താണ്? മിനിയേച്ചർ. ആ, ചെറിയ കുള്ളൻ അല്ലേ? പിങ്ക് കളറാണ്. ആ, ഇതിന് എത്ര രൂപയാണ് വില? 25. ഇതിനും 25 രൂപയാണ് വില. ഓക്കെ. വളരെ വിലയൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഇവിടുന്ന് ഈ തെറ്റിയുടെ പല ഇനങ്ങൾ വാങ്ങാൻ പറ്റും. പിങ്ക് കളറുണ്ട്, വെള്ളയുണ്ട്, നാടൻ തെറ്റിയുണ്ട് എന്ന് വേണ്ട, യെല്ലോ, മഞ്ഞ, അങ്ങനെ നിരവധി കളറുകളിലുള്ള തെറ്റികൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. നമ്മുടെ വീടുകളുടെ മുറികൾക്കൊക്കെ തന്നെ നല്ലൊരു ആംബിയൻസ് പകരാൻ സാധിക്കുന്ന തരത്തിലുള്ള പല ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഇവിടം. അതോടൊപ്പം തന്നെ വിവിധ ഇനം പോട്ടറികൾ ഇവിടെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഈ പോട്ടുകളൊക്കെ തന്നെ നമുക്ക് ചെടികൾ വളർത്താനും മറ്റും വളരെയേറെ പ്രയോജനപ്പെടുന്നതാണ്. ഇൻഡോർ പ്ലാന്റ്സ്, പ്രത്യേകിച്ചും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാൻ പറ്റിയ വിവിധ ഇനം പോട്ടുകളാണ് ഇവിടെയുള്ളത്. സിന്ദൂർ ഡബിൾ കളർ, റെഡ് ജാക്ക്, സീഡ് ഫ്രീ ജാക്ക്, മട്ടൺ വരിക്ക എന്നിങ്ങനെ നിരവധി ഇനങ്ങളാണ് ഇവിടെ വിതരണത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് മാവുകളുടെ ഒരു ശേഖരമാണ്. വിവിധ ഇനത്തിൽപ്പെട്ട മാവിൻ തൈകൾ ഇവിടെ ലഭ്യമാണ്. നമ്മുടെ പൂമുറ്റങ്ങളൊക്കെ ഒരുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ലോൺ മേക്കിംഗ് എന്ന് പറയുന്നത്. ഈ ലോൺ മേക്കിങ്ങിന് ഇപ്പോൾ ബഫല്ലോ ഗ്രാസും ബാംഗ്ലൂർ ഗ്രാസുമാണ് സാധാരണ പേൾ ഗ്രാസും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ മിനിയേച്ചർ ബഫല്ലോ ഗ്രാസ് എന്ന് പറയും. ഇത് അധികം കുറച്ച് ഷെയ്ഡിലേക്ക് നന്നായിട്ട് വളരും തോന്നുന്നു അല്ലേ? ഇത് വള്ളി പോലെ പറയുകയാണ്. ഇത് സ്ക്വയർ ഫീറ്റിന് ഇതും സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ സെയിം റേറ്റ് തന്നെ 25 രൂപ. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതേപോലെ സെയിം മണ്ണ് ഇളക്കി കൊടുത്ത് ചരിച്ചോറും ഇട്ട് റഡാർ ഓടിച്ച് ഷീറ്റ് വിരിക്കുക. ശരി. ഇതിൻ്റെ ഇടയിൽ ബീഡ്സ് ഒക്കെ വളരാനുള്ള സാധ്യത ഉണ്ടോ? കള വരും. ഏത് പുല്ലിട്ടാലും കള വരും. അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റ് എത്രയാണെന്ന് വീട്ടിൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് അതിനുള്ള സാധനം വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഇടാവുന്നതാണ് അല്ലേ? ഇനി പേൾ ഗ്രാസ് ഉണ്ട്. പേൾ ഗ്രാസ് പതിഞ്ഞ മണ്ണിൽ തന്നെ കിടന്നോളും. അതാകുമ്പം മെയിൻ്റെനൻസ് ഒന്നുമില്ല. കള മാത്രം എടുത്തു കൊടുത്താൽ അത് നേരെ തറയിൽ തന്നെ പതിഞ്ഞിടും. അതുണ്ട് ഇവിടെ. ആ കാണുന്നതാണല്ലേ? ഇതാണ് പേൾ ഗ്രാസ് അല്ലേ? വേറെ മെയിൻ്റെനൻസ് ഒന്നുമില്ല. ഇതേപോലെ പതിഞ്ഞ് നടന്നോളൂ. ഇത് ജസ്റ്റ് ഇവിടുന്ന് നമ്മളെങ്ങനെ കൊടുക്കുന്നത്? ഇത് 1 സ്ക്വയർ ഫീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് വെട്ടി കൊടുക്കും. 70 രൂപയാണ് സ്ക്വയർ ഫീറ്റ്. ഇത് വെട്ടി കൊടുക്കും. ഇതിനെ ഇത് തിരിച്ച് നടണം. ഇതേപോലെ ഇളക്കി ഓരോന്നിനും വേറായിട്ട് എടുത്ത് മണ്ണിൽ ഊന്നി വയ്ക്കണം. മണ്ണൊന്ന് കിളച്ച് കൊടുത്ത് ചാണകവും ചരിച്ചോറും എല്ലും കൂടി ഇട്ട് മണ്ണിൽ ഊന്നി വയ്ക്കണം. പേൾ ഗ്രാസ്. ഈ പേൾ ഗ്രാസ് ചരിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും അത്യുത്തമാണ്. ചരിഞ്ഞ സ്ഥലത്തായാലും നേരെ നിരപ്പായ സ്ഥലത്ത് വിടാം ചെയ്യാവുന്നതാണ് ഈ പേൾ ഗ്രാസ്. ഇത് ഈ കാണുന്നതാണ് പിന്നെ ബാംഗ്ലൂർ ഗ്രാസ്. ബാംഗ്ലൂർ ഗ്രാസ് എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റിന് എത്രയാണ് വില? സ്ക്വയർ ഫീറ്റ് 25. ഒരു ഷീറ്റ് 4 സ്ക്വയർ ഫീറ്റ് 100 രൂപയ്ക്ക് കിട്ടും. ഇത് 1 സ്ക്വയർ ഫീറ്റ് 70 രൂപ. 4-5 സ്ക്വയർ ഫീറ്റ് നടാൻ പറ്റുന്നതാണ്. ഇത് ഫില്ലായി വരാൻ 4-5 മാസം. നമ്മുടെ വീട്ടുമുറ്റങ്ങളായാലും ഓഫീസിൻ്റെ മുറ്റങ്ങളായാലും അലങ്കരിക്കാൻ ഏറെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് ലോൺ. ഈ ലോണിൻ്റെ
നടീൽ വസ്തു നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. ഇവിടെ വിവിധ തരത്തിലുള്ള ലോൺ മെറ്റീരിയലുകളുണ്ട്. ഒന്ന് പറയുന്നത് ബാംഗ്ലൂർ ഗ്രാസ്, രണ്ടെന്ന് പറയുന്നത് മിനിയേച്ചർ ബഫല്ലോ ഗ്രാസ്, പിന്നെ പേൾ ഗ്രാസ്. നമ്മളിപ്പോൾ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് അഖിലിനെയാണ്. നമസ്കാരം അഖിൽ, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റീസ് എന്നൊന്ന് ഷെയർ ചെയ്യാമോ? പ്രധാന ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്കിവിടെ ചെടി, നമുക്കൊരു വീട്ടിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ, എന്തായാലും എന്ത് ഇതിൽ നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാൻ പറ്റിയ എല്ലാ മെറ്റീരിയൽസും നമുക്കിവിടെ അവൈലബിൾ ആണ്. പ്ലാന്റ് ആയിട്ടായാലും ലേ ചെയ്യാനുള്ള കല്ലായിട്ടായാലും അത് പ്ലാന്റുകൾ നമുക്ക് പോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നല്ല സിമൻറ്റ് പോട്ട്, പ്ലാസ്റ്റിക്, സെറാമിക് പോട്ട്, ഇതിനെ ഭംഗിയാക്കാൻ വേണ്ടിയുള്ള അലങ്കാര കല്ലുകൾ, ഔട്ട്ഡോർ കല്ലുകൾ, പിന്നെ നമുക്ക് നല്ല വാട്ടർ പ്ലാന്റ്സ് ഉൾപ്പെടെ ഒരു വലിയൊരു കളക്ഷൻ നമുക്ക് ഉണ്ട്. നമുക്കത് അഫോർഡബിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകണം, അവർ സ്വന്തമായിട്ട് ചെയ്യണം, അല്ല സ്വന്തമായിട്ട് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാൻ? നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ല. നമുക്ക് ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ കസ്റ്റമറിന് സാധനം കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഉദ്ദേശിച്ച് എത്ര തൊഴിലാളികളാണ് ഇവിടെ? ഏകദേശം 200-അധികം തൊഴിലാളികൾ ദിവസവും പണിയെടുക്കും. അപ്പോൾ നമ്മുടെ ഈ സംസ്ഥാനത്തും അയൽ സംസ്ഥാനത്തിലൊക്കെ ധാരാളമായിട്ട് ഇവിടുന്ന് ഒരുപാട്, അല്ല നമ്മുടെ സംസ്ഥാനത്തും അയൽ സംസ്ഥാനത്തും ഇവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ പോകുന്നതായിട്ട് ബാംഗ്ലൂരും അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റത്തിനാണ് കൂടുതൽ ഡിമാൻഡ്, അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റും? അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാം മൊത്തം എല്ലാം ഒരേപോലെ നമുക്ക് കൺസിഡർ ചെയ്ത് എല്ലാം ഒരേപോലെ നമുക്ക് സെയിലാവുന്ന ഇതാണ്. എല്ലാ ഏരിയ എന്ന് വെച്ചാൽ നമുക്കിപ്പം ഫ്ലവറിങ് ഐറ്റംസ് ആയാലും ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും, ഫ്രൂട്ട് പ്ലാന്റിങ്ങിൻ്റെയൊക്കെ നമുക്കൊരു വലിയൊരു കളക്ഷനുള്ള നമ്മുടെ തിരുനന്തിക്കര ഫ്രൂട്ട്സ് ഗാർഡൻ, നമുക്കൊരു ഫാമുണ്ട്. അവിടെ നല്ലൊരു ബഡ്ഡിങ് ഏരിയ, നല്ലൊരു കളക്ഷൻ. തമിഴ്നാട്ടിൽ അവിടെ നിന്നാണ് നമുക്ക് ഫ്രൂട്ട് പ്ലാന്റിൻ്റെയും ഒട്ടുമിക്ക സാധനങ്ങളുടെയും ഒരു മെയിൻ സെയിൽ പോയിന്റ് ഇതായിട്ടും ഒട്ടുമിക്ക സാധനങ്ങളും നമുക്കൊരു പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട്. ഓർക്കിഡ്, ആന്തൂറിയം, അങ്ങനെ എല്ലാ വെറൈറ്റികളും